സോ ഈ വരുന്ന 20th വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ യൂണിവേഴ്സിറ്റി എക്സാം ആണ് അല്ലേ. സോ ഇനി കഷ്ടിച്ച് 4 ദിവസം കൂടിയേ ഉള്ളൂ. സോ എല്ലാ S8 ECE സ്റ്റുഡൻസും നല്ല വൃത്തിക്ക് തന്നെ ഇരുന്ന് പഠിച്ചോളൂ. കാര്യം ഇത് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് പേപ്പർ ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു മീഡിയം ലെവൽ പേപ്പറാണ്. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചാലേ പാസ് ആവുകയുള്ളൂ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ബട്ട് ദാറ്റ് ഈസ് എ ഫാക്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. സോ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന്. ആ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 2G 3G 4G 5G എന്നൊരു പോർഷൻ ഉണ്ട് അല്ലേ. സോ ഈ ടെക്നോളജീസിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എനോമറേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് 2G 3G 4G ആൻഡ് 5G എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അതും essay സെക്ഷനിൽ. ഓക്കെ, സോ ആ ഒരു ടോപ്പിക് ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇന്റർഫറൻസും അതിന്റെ ടൈപ്സും, കോസ് ഇന്റർഫറൻസ്, അഡ്ജസന്റ് ചാനൽ ഇന്റർഫറൻസ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ 2 ടോപ്പിക്സും പഠിക്കുക, ഒഴിവാക്കരുത് ഒരു കാരണവശാലും. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ടൂറേ മോഡൽ. ഓക്കെ, എന്താണ് ടൂറേ മോഡൽ എന്ന് ചോദിക്കും. അതിന്റെ പാത്ത് ലോസിന്റെ ഡെറിവേഷനും ചോദിക്കും. ഒരു വലിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ പാത്ത് ലോസിന്റെ, ആ ഒരു സംഗതി. ഓക്കെ, സോ അത് essay ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ഒരു 95% ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ അതൊരു ടോപ്പിക്. പിന്നെ അടുത്ത ടോപ്പിക് ഫേഡിങ്ങും അതിന്റെ ക്ലാസിഫിക്കേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫേഡിങ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, സ്മോൾ സ്കെയിൽ ഫേഡിങ്, ലാർജ് സ്കെയിൽ ഫേഡിങ് ഒക്കെ അല്ലേ, ആ ഡീറ്റെയിൽസ് ഒക്കെ. സോ അതും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക് ആണ്. സോ ഇത് രണ്ടുമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. പിന്നെ തേർഡ് മൊഡ്യൂളിൽ വരുമ്പോൾ OFDM, ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും OFDMന്റെ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഓക്കെ, സോ OFDM എന്താണ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ ട്രാൻസ്മിറ്ററിന്റെയും റിസീവറിന്റെയും ബ്ലോക്ക് ഡയഗ്രാംസ്, പിന്നെ PAPR, അതുപോലെ തന്നെ സൈക്ലിക് പ്രീഫിക്സ്, ഇങ്ങനത്തെ OFDMമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, സോ പിന്നെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് 2 ഡെറിവേഷൻസ്, ആവറേജ് ബിറ്റ് എറർ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ ഔട്ടേജ് പ്രോബബിലിറ്റി, BPSK ഫ്ലാറ്റ് ഫേഡിംഗ് ചാനൽസിന്റെ ഇതിന്റെ ഡെറിവേഷൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സോ തേർഡ് മൊഡ്യൂളിൽ ഈ ടോപ്പിക്സ് പഠിക്കുക. ഇനി ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് CDMA, FDMA, TDMA, കോ ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ്, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ് ആൻഡ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സിസ്. ഓക്കെ, സോ ഇത് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഏതെങ്കിലും 2 കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇത് 3 തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. ഡിപ്പെൻസ്, എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. ഓക്കെ, പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇക്വലൈസേഷനും അതിന്റെ ക്ലാസിഫിക്കേഷനും. ഓക്കെ, ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സീറോ ഫോഴ്സിംഗ് ഇക്വലൈസർ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഇക്വലൈസർ, MMSC തുടങ്ങിയ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ഡൈവേഴ്സിറ്റിയും അത്യാവശ്യം ആ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, ട്രാൻസ്മിറ്റർ ഡൈവേഴ്സിറ്റി, റിസീവർ ഡൈവേഴ്സിറ്റി ഒക്കെ പഠിച്ചില്ലേ, ആ സംഗതികൾ. അതാണ് ഫോർത്ത് മൊഡ്യൂൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ഇനി ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് 2 ഡെറിവേഷൻസ്. ഓക്കെ, MUF, മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ലൈൻ ഓഫ് സൈറ്റ്, LOS, ഇത് രണ്ടിന്റേതും ഡെറിവേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 2 ടോപ്പിക്സ്. പിന്നെ ഇഫക്ട് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, സോ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് 5th മൊഡ്യൂളിൽ നിന്നും. ഓക്കെ, സോ അതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് എന്തായാലും ഒരു 90% കാര്യങ്ങളും ഈ വരുന്ന 20th നടക്കാൻ പോകുന്ന നിങ്ങളുടെ വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചോളൂ. സോ നല്ലൊരു സ്കോർ തന്നെ എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ, പരമാവധി S ഗ്രേഡ് തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ. ഓക്കെ, സോ സ്റ്റഡി വെൽ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് യൂണിവേഴ്സിറ്റി എക്സാംസ്. താങ്ക് യു.